അഹമ്മദാബാദ് വിമാനാപകടം വലിയ ദുരന്തമായി മാറിയെങ്കിലും അതിൻ്റെ വ്യാപ്തി കുറയ്ക്കാനായിട്ട് പൈലറ്റിൻ്റെ നിർണായക നീക്കം സഹായിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബിനു, അതെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ നീക്കം സഹായിച്ചത്? അതായത് വിമാനം താഴേക്ക് ഇടിച്ചിറക്കുമ്പോൾ നമുക്കറിയാം, ഒരു വിമാന അപകടമുണ്ടാകുമ്പോൾ വിമാനത്തിൽ ഈ പൈലറ്റിന് ഇത്തരത്തിൽ ഇതിൻ്റെ ഒരു അപകട സൂചന വരുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുക ഇത് ഇടിച്ചിറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇടിച്ചിറക്കുന്ന ആ സ്ഥലം, അതാണ് ഏറ്റവും പ്രധാനം. ജനവാസ മേഖലകളിലേക്കൊക്കെ ഇറക്കിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കത്തിപ്പോയാൽ സ്വാഭാവികമായും അവിടെയുള്ള ഒരുപാട് പേര് മരിക്കും. അപ്പോൾ അതാണ് ഏറ്റവും ഒരു പൈലറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ഒരു ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരവസ്ഥ. ഇപ്പോൾ ഇവിടെ സംഭവിച്ച വിമാനാപകടത്തിൽ ആ പൈലറ്റ് എല്ലാവരുടെയും ഹീറോ ആയി മാറിയിരിക്കുകയാണ്. അതായത് അത് പൈലറ്റ് ഈ വിമാനം ഇടിച്ചിറക്കാൻ നോക്കിയപ്പോൾ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൻ്റെ മുകളിലെ പച്ച നിറം കണ്ട് ദിശ മാറ്റിയതിനാലാണ് ഒഴിവായത് കൂട്ടമരണം. ഇപ്പോൾ അദ്ദേഹം അനേകരുടെ ഹീറോ ആയി മാറിയിരിക്കുന്നത്. സ്വന്തം ജീവൻ എന്തായാലും അപായപ്പെടുമെന്ന് അദ്ദേഹത്തിന് വളരെ വ്യക്തമായി അറിയാം. എന്നിരുന്നാലും കൂടെ കുറേ പേരെ കൂടി രക്ഷപ്പെടുത്താൻ കഴിയുന്ന ആ ഒരു മനസ്സ് അദ്ദേഹം കാട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് രാജ്യത്തെ നടുക്കുന്ന ദുരന്തമായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അഹമ്മദാബാദിൽ നടന്നത്. 270 പേരാണ് മരിച്ചത്, ഒരാൾ മാത്രമാണ് അതിൽ രക്ഷപ്പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന 241 പേരും മരിച്ചു. ബാക്കിയുള്ളവർ വിമാനം തകർന്നു വീണ സർക്കാർ കോളേജിലുള്ളവരായിരുന്നു. അതായത് 241 പേര് കൂടാതെ ബാക്കിയുള്ള 29 പേർ, അതായത് മൊത്തം 270 പേരാണ് മരിച്ചത്. 241 പേർ വിമാനത്തിലുണ്ടായിരുന്നവരാണ്. ഏതായാലും ഈ MBBS കോളേജിലെ ഹോസ്റ്റലിന് മുകളിലാണ് വിമാനം പതിച്ചത്. നമുക്കറിയാം, നടൻ ബാലയുടെ മുൻ ഭാര്യയുടെ ആശുപത്രി, അവിടെ ജോലി ചെയ്യുന്ന ആശുപത്രിയിലായിരുന്നു ഈ വിമാനം പതിച്ചത്. ഹോസ്റ്റലിൽ ഉച്ചഭക്ഷണത്തിന് ഇരുന്നവർക്ക് മുകളിലാണ് വിമാനം വീണത്. എന്നാൽ ഫ്ലൈറ്റ് ക്യാപ്റ്റൻ്റെ ഇടപെടലാണ് ഇത് വലിയ ദുരന്തം ഒഴിവാക്കിയത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നപ്പോൾ തന്നെ മുന്നിലുള്ള ദുരന്തം ക്യാപ്റ്റൻ തിരിച്ചറിയുകയായിരുന്നു. എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മെയ്ഡേ എന്ന് 3 പ്രാവശ്യം കോള് നൽകി. തൊട്ടു മുന്നിൽ വലിയ ജനവാസ കേന്ദ്രമായിരുന്നു. പക്ഷേ അവിടെ വിമാനം ഇറങ്ങാതിരിക്കാനുള്ള ജാഗ്രതയാണ് ക്യാപ്റ്റൻ കാട്ടിയത്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ അവിടെ ഉള്ളവർ വളരെയധികം സ്നേഹത്തോടെ, അല്ലെങ്കിൽ തങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തിയ ഒരു ഹീറോ ആയിട്ടാണ് കാണുന്നത്. തൊട്ട് മുന്നിൽ കണ്ട പച്ച നിറമുള്ള ദിശയിലേക്ക് വിമാനം പോയതും അവിടെ ഇടിച്ചിറക്കിയതും ഈ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി ഇറക്കാൻ ആ ക്യാപ്റ്റന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ഒരു നന്മയായി അതിനെ കണക്കാക്കാം. അതോടൊപ്പം തന്നെ ജനവാസ കേന്ദ്രത്തിൽ ഇടിച്ചിറക്കി ഉണ്ടാകുമായിരുന്ന വലിയ ദുരന്തമാണ് ഈ ക്യാപ്റ്റൻ ഒഴിവാക്കിയത്. അങ്ങനെ ആ മേഖലയിലുള്ളവരുടെ ഹീറോ ആയി മാറിയിരിക്കുകയാണ് ആ ഫ്ലൈറ്റ് ക്യാപ്റ്റൻ. അഹമ്മദാബാദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം തീഗോളമായി മാറിയ എയർ ഇന്ത്യ 171 വിമാനത്തിൻ്റെ അമരക്കാരനായിരുന്നു സുമിത് സബർവാൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, സുമിത് സബർവാൾ. അപ്പോൾ ഏതായാലും അത് ഒരു വലിയ ഒരു ആശ്വാസത്തിന് വക നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇത് കൂട്ടിയിടിക്കുന്നതിന് തൊട്ട് മുമ്പ് നിരവധി അപ്പാർട്ട്മെൻറ്റ് കെട്ടിടങ്ങൾ വീഴാതെ വിമാനത്തെ ഗതിമാറ്റി കൊണ്ടുപോകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. കോക്പിറ്റിൽ 8200 മണിക്കൂറിലധികം സമയം ചെലവഴിച്ച പരിചയസമ്പന്നനായ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം. വിശാലമായ പ്രദേശമായിരുന്നു മെഡിക്കൽ കോളേജിലേത്. ഇത് തിരിച്ചറിഞ്ഞാണ് ജനവാസ കേന്ദ്രത്തിൽ നിന്നും അങ്ങോട്ട് വിമാനത്തെ സുമിത്ത് കൊണ്ടുപോയത്. അല്ലാതെ ദുരന്തവ്യാപ്തി അല്ലെങ്കിൽ ഇതിനും വലിയ ദുരന്തമാകുമായിരുന്നു. ഏതായാലും സുമിത് സബർവാളിൻ്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് പിതാവുമായുള്ള അടുപ്പം, വയോധികനായ പിതാവിനൊപ്പം സമയം ചെലവഴിക്കാനായി ജോലി ഉപേക്ഷിക്കാൻ പോലും സുമിത്തിന് പദ്ധതി ഉണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അച്ഛനെ പരിചരിക്കുന്നതിനായി വിവാഹം പോലും ഉപേക്ഷിച്ച ആളാണ് സുമിത്ത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പുറപ്പെടുന്നതിന് തൊട്ട് മുൻപായി ക്യാപ്റ്റൻ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചു. ലണ്ടനിൽ ലാൻഡിംഗ് ചെയ്ത ശേഷം വിളിക്കാമെന്നാണ് പിതാവിനോട് പറഞ്ഞത് എന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം സൗമ്യ സ്വഭാവമുള്ള വളരെ മാന്യനായ വ്യക്തിയായിരുന്നു. എയർബസ് A310, ബോയിങ് 777, ഡ്രീം ലൈനർ വിമാനങ്ങൾ അദ്ദേഹം പറത്തിയിട്ടുണ്ട്. എല്ലായ്പ്പോഴും വിനീതനായി പെരുമാറുന്ന അദ്ദേഹം തൻ്റെ ജോലി നന്നായി ചെയ്തിരുന്നു. സുമിത് സബർവാളിൻ്റെ സഹപ്രവർത്തകനായ പൈലറ്റിൻ്റെ വാക്കുകളാണിത്. അതോടൊപ്പം തന്നെ മുംബൈയിലെ ജൽവായു വിഹാറിൽ 82കാരനായ പിതാവും ഒരുമിച്ചാണ് ക്യാപ്റ്റൻ സുമിത് സബർവാളിൻ്റെ താമസം. മുൻ DGCA ഉദ്യോഗസ്ഥനാണ് സുമിത് സബർവാളിൻ്റെ പിതാവ്. 2 വർഷം മുൻപ് സബർവാളിൻ്റെ അമ്മ മരിച്ചു. സമയം കിട്ടുമ്പോഴെല്ലാം
ജൽവായു വിഹാറിലെ ഫ്ലാറ്റിലുള്ള പിതാവിനെ കാണാൻ അദ്ദേഹം ലണ്ടനിലേക്കുള്ള വിമാനത്തിൻ്റെ ഭാഗമായി മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 9 ക്രൂ അംഗങ്ങളിൽ ഒരാളായിരുന്നു ക്യാപ്റ്റൻ സുമീത് സബർവാൾ. എയർ ഇന്ത്യയുടെ സീനിയർ പൈലറ്റായ സുമീത് സബർവാളിന് വിമാനം പറത്തുന്നതിൽ 30 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരുന്നു. പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന ലൈൻ ട്രെയിനിങ് ക്യാപ്റ്റനാണ് അദ്ദേഹം. എയർ ഇന്ത്യ വിമാനാപകടം നടന്ന 2 ദിവസം കഴിഞ്ഞിട്ടും മരണസംഖ്യയിൽ ഇപ്പോഴും വ്യക്തതയില്ല. വിമാനം ഇടിച്ചിറങ്ങിയ ഹോസ്റ്റൽ മെസ്സിലുണ്ടായിരുന്നവർ, കെട്ടിടത്തിന് പുറത്തുണ്ടായിരുന്നവർ തുടങ്ങി പലരെയും കാണാതായതായി പരാതിയുണ്ട്. വിമാനാവശിഷ്ടങ്ങളിൽ നിന്ന് ഇന്നലെ ഒരാളുടെ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ ലഭിച്ചു. എയർ ഹോസ്റ്റസിൻ്റേതാണെന്നാണ് വിവരം. DNA പ്രൊഫൈലിന് പരിശോധനയിലൂടെ 11 പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഉണ്ടായ അപകടത്തിൽ വിമാനത്തിലെ 241 പേർ മരിച്ചുവെന്ന് സ്ഥിരീകരിച്ചിരുന്നു. മെഡിക്കൽ കോളേജിലെ 4 വിദ്യാർത്ഥികളും ഒരു ഡോക്ടറുടെ ഭാര്യ ഉൾപ്പെടെ 5 പേരുടെ മരണവും സ്ഥിരീകരിച്ചു. അതിനിടെ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ റാം മോഹൻ നായിഡു ഡൽഹിയിൽ പറഞ്ഞു. വിമാനാപകടത്തിൻ്റെ കാരണം സമാന്തരമായി അന്വേഷിക്കുന്നതിനായി കേന്ദ്രം നിയമിച്ച 12 അംഗ ഉന്നതതല സമിതിയുടെ ആദ്യ യോഗവും ചേർന്നിരിക്കുന്നു. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. വിമാനാപകടത്തിൽ മരിച്ചവരുടെയും രക്ഷപ്പെട്ട വിശ്വാസ് കുമാറിൻ്റെയും കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ ഇടക്കാല സഹായം നൽകുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. മാതൃ കമ്പനിയായ ടാറ്റ സൺസ് നേരത്തെ പ്രഖ്യാപിച്ച 1 കോടി രൂപയ്ക്ക് പുറമെയാണിത് 25 ലക്ഷം രൂപ കൂടി നൽകുന്നത്. ഏതായാലും വലിയ ഒരു വിമാന ദുരന്തമാണ്. ഇപ്പോഴും മരിച്ചവർ എത്രയെന്നുള്ള കൃത്യമായ വിവരം ലഭിക്കുന്നില്ല. 2ാം ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങളും കഴിഞ്ഞ ദിവസം ലഭിച്ചു. അതിൽ നിന്നാണ് ഒരു കറുത്ത സാധനം ഇതിനൊപ്പം തന്നെ പാരലായിട്ട് വരുന്നതായി കാണിക്കുന്നുണ്ട്. അത് വിമാനത്തിൻ്റെ ഡോറാണോ, എമർജൻസി ഡോറാണോ എന്നുള്ള കാര്യത്തിലൊക്കെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഏതായാലും വലിയൊരു വിഷമമുണ്ടാക്കിയ അല്ലെങ്കിൽ കുറേ പേരുടെ മരണത്തിനിടയാക്കിയ ഒരു ദുരന്തമായിരുന്നു അഹമ്മദാബാദിൽ സംഭവിച്ചത്. അതായത് ഈ വിശ്വാസ് കുമാറിൻ്റെ ഒരു രക്ഷപ്പെടൽ അത് വലിയ അത്ഭുതത്തോടു കൂടിയാണ് ഇപ്പോഴും ലോകം നോക്കിക്കാണുന്നത്. എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു സ്ഥിരീകരണവും കൂടി ഇനി വരാനുണ്ട്. ആ കഥ എങ്ങനെയാണ് അദ്ദേഹം മരണത്തെ തോൽപ്പിച്ച് ഇല്ലെങ്കിൽ മരണത്തെ കബളിപ്പിച്ച് ഒരു പരിക്ക്, വളരെ നിസ്സാര പരിക്കുകൾ മാത്രമായി ഇടത് കൈയിൽ ഫോണുമായിട്ട് നടന്നു വന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അതൊരു വല്ലാത്തൊരു സീനാണ്. അതിൻ്റെ വീഡിയോ ഇന്നലെ പുറത്തു വന്നിരുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതെങ്ങനെ ഈ പറയുന്ന മനുഷ്യൻ എങ്ങനെയാണ് ഈ വിമാനാപകടത്തിൽ നിന്ന്, അത് വിമാനം കത്തിക്കൊണ്ടിരിക്കുക, അതിൻ്റെ താഴെ നിന്നാണ് ഒരാൾ നടന്നിങ്ങനെ വരുന്നതായിട്ട് കാണുന്നത്. എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ചിലപ്പോൾ ഈ വീഴ്ചയുടെ ആഘാതത്തിലൊക്കെ ആ വീഴ്ചയും അപകടവും ഒക്കെ ഈ ഇദ്ദേഹത്തിന് ഈ രക്ഷപ്പെട്ട മനുഷ്യന് ഓർമ്മയുണ്ടാകുമോ എന്നുള്ളതൊക്കെ സംശയമാണ്. കാരണം മുൻപുണ്ടായ പല ആൾക്കാർക്കും, പല അപകടത്തിൽപ്പെട്ടവർക്കും ഈ പറയുന്ന അപകടത്തിൻ്റെ കാര്യങ്ങൾ പലതും ഓർമ്മയുണ്ടായിരുന്നു. നമുക്ക് ഈ പറയുന്ന റോഡ് അപകടങ്ങളിലൊക്കെ തന്നെ ആൾക്കാർക്ക് പലപ്പോഴും ആക്സിഡൻ്റൊക്കെ പറ്റി ഇവരെ നമ്മൾ വിളിച്ചിരുത്തി ഇല്ലെങ്കിൽ ആംബുലൻസിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ എല്ലാം എനിക്ക് എന്ത് പറ്റി, എന്തിനാണ് ഇവിടെ ഇരുത്തിയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തുണ്ടാകുന്ന ഒരു മെമ്മറി ലോസാണ്. അത് സഹായിക്കുന്നതാണ്, നമ്മുടെ ബുദ്ധി നമ്മളെ സഹായിക്കുന്നതാണ്. കാരണം ഈ പറയുന്ന ഈ അപകടത്തിൻ്റെ ആഘാതമൊന്നും മനസ്സിലേക്കാതെ മാനസിക പ്രയാസം ഉണ്ടാകാതിരിക്കാനും ഈ പറയുന്നത് പോലെ തന്നെ ഈ വേദനയിൽ നിന്നൊക്കെ പെട്ടെന്ന് റിക്കവർ ചെയ്യാനും ആ വേദനയുടെ തീവ്രത കുറയ്ക്കാനും ഒക്കെ ആയിട്ട് ബോഡി ഇത്തരത്തിലുള്ള മെമ്മറികളെ സസ്പെൻഡ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഈ പറയുന്ന ഓർമ്മ നഷ്ടപ്പെടുന്നത്. അത് അതിൻ്റെ സാങ്കേതികമായ കാര്യം ഇല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് പ്രകാരമുള്ള കാര്യമൊന്നും കൃത്യമായിട്ട് അറിയില്ല, ഏതാണ്ടൊരു ഊഹം വെച്ച് പറഞ്ഞതാണ്. പക്ഷേ എന്തായാലും വിശ്വാസ് കുമാറിൻ്റെ രക്ഷപ്പെടൽ വളരെ അത്ഭുതകരം തന്നെയാണ്. ഈ പറയുന്ന വിമാന അപകടത്തിൽ ഉണ്ടായ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും നമുക്ക് അറിവുള്ളതാണ്. ഈ പൈലറ്റ് ഈ പറയുന്ന ബിൽഡിങ്ങിന് മുകളിലേക്ക് ഇറക്കാൻ നേരത്ത് അദ്ദേഹം വളരെ കാൽക്കുലേഷൻ നടത്തിയിരിക്കണം എന്നുള്ളതാണ്. സാധാരണ വീടുകളോ ഇല്ലെങ്കിൽ റെസിഡൻസ് ഏരിയകളോ ഇല്ലെങ്കിൽ ഫ്ലാറ്റുകളോ ഒക്കെ ഉള്ള ഒരു മേഖലയിലാണ് ഇത് വന്നിറങ്ങുന്നതെങ്കിൽ വലിയ നാശനഷ്ടമുണ്ടായേനെ. ഇത് ഒരു വലിയ ബിൽഡിംഗ് ആണെന്നും ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു വലിയ കരുത്തുള്ള ബിൽഡിംഗ് ആണെന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കണമല്ലോ അതിൻ്റെ മുകളിലേക്ക് കൊണ്ടിറക്കിയത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് വിമാനം കത്തിപ്പോയെങ്കിലും വലിയ സ്ഫോടനം നടന്നുവെങ്കിലും ആ വിമാനം കൊണ്ട് ആ ബിൽഡിംഗ് പൂർണ്ണമായിട്ടും തകർന്നിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഫ്ലാറ്റിലാണ് ചെന്ന് ഇടിക്കുന്നതെങ്കിൽ ഇടിക്കുന്നതിൻ്റെ ആഘാതത്തിൽ അത് മൊത്തം തകർന്നത്. നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്ന പോലെ ഇവിടെ ഒരു ആഘാതത്തിന്, അതുപോലെ തന്നെ റൂഫിംഗ് ഉള്ള ഒരു ഇതിൻ്റെ മുകളിലാവുമ്പോഴത്തേക്കും അത്രത്തോളം ആഘാതം കുറഞ്ഞിട്ട് പിന്നെ ബിൽഡിങ്ങിലേക്ക് അത് വന്ന് പതിക്കുള്ളൂ എന്നുള്ളതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തായിരിക്കണം അങ്ങനെ ഇറക്കിയത്. അല്ലാതെ ഇറക്കാൻ മറ്റേതെങ്കിലും ഗ്രൗണ്ടോ മറ്റേതെങ്കിലും ഒരു സംവിധാനമോ കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ ഈ പറയുന്ന പൈലറ്റ് ഇതിനെ ഇറക്കാൻ പരമാവധി ശ്രമിക്കുകയുള്ളൂ. എന്തായാലും ഇത്രയും സംഭവിച്ചു, ഇതൊരു വലിയ ദുരന്തമാണ് എങ്കിലും ഇതിൻ്റെ വ്യാപ്തി ഇനിയും വർദ്ധിക്കുമായിരുന്നു എന്നുള്ളതിൻ്റെ കണക്കുകളൊക്കെയാണ് വരുന്നത്. അങ്ങനെ വർദ്ധിക്കാതിരുന്നത് ദൈവാധീനമായി തന്നെ കണക്കാക്കാം. പൈലറ്റിൻ്റെ ആ സമയത്തെ ഇടപെടലും അത്രത്തോളം അതിനെ ആ ദുരന്തത്തെ കുറയ്ക്കാനായി സഹായിച്ചിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.